ഇന്റർനാഷണൽ ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് വിതരണവും കളർ ഗ്രേഡിംഗ് ടെസ്റ്റും മയിൽ കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടന്നു. മയിൽ ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് കരാട്ടെ അക്കാദമിയുടെയും വേൾഡ് ഷോട്ടോക്കാൻ കരാത്തെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 10-ന് മയിൽ വേളം അമ്പൽ റോഡിലുള്ള കാർത്തിക ഓഡിറ്റോറിയത്തിൽ വെച്ച് കരാത്തയുടെ ജന്മസ്ഥലമായ ജപ്പാന്റെ ഇന്റർനാഷണൽ ബ്ലാക്ക് ബെൽറ്റ് വിതരണവും നാഷണൽ ലെവൽ ഓപ്പൺ ആൻഡ് കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി നേടിയ IMA ആൻഡ് KA ടീമിനുള്ള ആദരവും കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റും നടന്നു. മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MV അജിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് കരാത്തെ അക്കാദമിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K മഹേഷ് വേളം അധ്യക്ഷനായി. സെൻസായിമാരായ സമുദ്രൻ U, വിവേക് MP, അബിൻ രാജ് CP എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ 600-ലേറെ വേദികളിൽ പ്രേക്ഷകഹൃദയം കീഴടക്കിയ നാട്ടുപാട്ടരങ്ങിലെ സിനിമ അഭിമാന താരം വൈഗരി സാവൻ JSK എന്ന പൊന്നാമ്പയെ അനുമോദിച്ചു. ശ്രീമതി ഷബിന, മുൻ മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പത്മാവതി എന്നിവർ സംസാരിച്ചു. ഇന്റർനാഷണൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ അലങ്കൃത VP, അനശ്വർ, ഇഷാനി, ധൻവിൻ മനോഹരൻ, ധ്രുവ് വിവേക്, ഹൃദ്യ, അജയ് G വാര്യർ, സമുദ്രൻ U, ആഷ്വി, പാർവതി റാഷിൽ, അബിൻരാജ് CP, ഫാത്തിമ KP എന്നിവർക്ക് സർട്ടിഫിക്കറ്റും ബാഡ്ജും നൽകി. 150-ലധികം വിദ്യാർത്ഥികൾ കളർ ബെൽറ്റ് ടെസ്റ്റിൽ പങ്കെടുത്തു. ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് കരാത്തെ അക്കാദമി സ്ഥാപകൻ ഷിഹാൻ CP രാജീവൻ സ്വാഗതവും ശ്രീമതി RK റീഷ നന്ദിയും പറഞ്ഞു. ഓടി വരും. ദേവനന്ദ MP, ദേവനന്ദ, ധ്യാൻദേവ്, അർജുൻ, അമർദീപ് PK, അമർദീപ്, അമേഘ വിനോദ്, നയോമിക ദിനേശ്, പൂജിത വിനോദ്, തൃപ്ത, അൻവിക വിജേഷ്, അൻവിക, ദ്യുതി, സൗമ്യ MK,
ധ്യാൻവി, ദിയ രാജീവ്, ദിയ, ദിശാൻ, ആർ ദിശാൻ, അമലേഷ്, അമലേഷ് ആർ, ആർ മുത്തുസെൽവി, അവന്തിക ടി വി, അവന്തിക, ശിവാനന്ദ്, 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 അധവ് അനു, അധവ്, ആയിഷ കെ പി, അബ്ദുള്ള കെ പി, ധ്വനി അജീഷ്, ധ്വനി, സിജി കെ, ഐവിൻ എസ് ജി, ഐവിൻ, അടുത്തത് ഓറഞ്ച് വെട്ടിന് അർഹനായ ഒരാള് അനുശ്രേയ പി കെ, മുഹമ്മദ് റിഷാൻ, ദേവാംഗ് കൃഷ്ണൻ, കൃഷ്ണദാസ്, ദേവാംഗ് കൃഷ്ണദാസ്, സാകേത് കൃഷ്ണദാസ്, ശ്രേയൻ, ശ്രീയാൻ, ശ്രീയാൻ ടി, ശ്രീഹരി എം പി, സൂര്യ തേജ്, സൂര്യ തേജ്, അമേയ പി കെ, അമേയ, റീഷ കെ, റീഷ ആർ കെ, റീഷ ആർ കെ, ധിയ കൃഷ്ണ ആർ കെ, ധിയ കൃഷ്ണ, വേദശ്രീ പി, ശ്രീയാൻ ടി, വേദശ്രീ, ശ്രീയാൻ ടി, ഫാത്തിമ എ, മുഹമ്മദ് ഹംസാൻ, ഋഷിക എൻ, ഋഷിക എൻ, എല്ലാവരും കയ്യെടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് അഭിനയിച്ച് ഒക്കെ അഭിനയിച്ച് ദേവരു കൃഷ്ണദാസ്, സാകേത് കൃഷ്ണദാസ്, സാകേത് കൃഷ്ണദാസ്, ഋതുനന്ദ ഉമേഷ്,
ऋतुनंदा उमेश, RM उमेश, ऋतुनंदा उमेश, RM उमेश, RM ME, संध्या विनीश, ऋतुल कृष्णा आरके, ऋतुल कृष्णा, नेक्स्ट ब्लूबेल ब्लूबेल अभयदेव एनके, Ayan Anis, Ayan, Dayasankar, Dayasankar, Dhruv P, Darshit, Aisha Shani, Aisha, Adhigesh TV, Adhigesh, Parthiv P, Parthiv, Parthiv, Rishan K, Rishan, Abdul Hanan, Rishan, Abdul Hanan, Shivada P, Shivada, Shivada, Shivani Nijim, Shivani, Shreya, Shreya O, Shreya, Fatimat Nasiha, Fatimat Nasiha, Devdas K, Devdas, Neeram Nijil, ഇയാൾ കയ്യെടുത്ത് പ്രോത്സാഹിപ്പിക്കണം. മനസ്സിലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അർഹരായിട്ടുള്ള സർട്ടിഫിക്കറ്റും ബാങ്കിൽ കിട്ടുന്നതാണ്. അയാൻ അനിൽ, അയാൻ അനിൽ, അജന്യ ദിനേശ്, നവന്യ ദിനേശ്, നവന്യ, Lavanya, Devanath Naveen, Devanath, Aditya PK, Aditya PK,
पार्थिव जैन में क्या है? पार्थिव अनवित टीवी अनवित अनवित सायंतन देविका अजीज सायंतन देविका अजीज देवाव्रत ध्यान गुरु वेदिका दीदी वेदिका ऋषिदेव ऋषिदेव धार्मिक प्रसाद धार्मिक अनवत के ध्यान देव देवदस्ती देवदत्त अगर ब्राउन 4th डिग्री ആണ് ബ്രൗൺ 4th ഡിഗ്രി നെവിൻ വിനോ നെവിൻ സീനിയേഴ്സ് ബെൽറ്റ് ധരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അഭ്യർത്ഥിക്കുന്നത് ബെൽറ്റ് ധരിച്ചപ്പോൾ അവരുടെ പൊസിഷനിൽ വന്ന് നിൽക്കണം അവന്റെ രഞ്ജിത്ത് मोहम्मद बिन समीर अमनदेव रंजित अगदा कार्तिक कृष्णा कृष्णा की देवी कृष्णा देवक रमेश सहल अंसारी अक्षित जालवा जुनैद
Muhammad Jumair. Muhammad Jumair. Adish Dio. Adish. Sayenda Piki. Sayenda. Rithan Prashant. Rithan. Sangeetana. 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 Aradhya Priti. Aradhya. Brown third level, brown third. ഒരു ഗുട്ടുമായി അഭിനയിക്കുന്നതാണ് സന്മയ എം പർപ്പിൾ ബെൽറ്റ് സൗന്ദര്യ മെരിൻ വിനോദ് ബ്രൗൺ തേർഡ് മെരിൻ വിനോദ് ബ്രൗൺ തേർഡ് देवराज भी ബ്രൗൺ തേർഡ് देवराज शंसा फातिमा ब्राउन थर्ड देवना सी ब्राउन थर्ड देवना ऋषिकेश एस लंबिया ऋषिकेश ब्राउन थर्ड अनुग्रहा सीरी ब्राउन थर्ड फातिमा अमाना कृष्णप्रिया एमबी ब्राउन थर्ड कृष्णप्रिया अर्पिता कृष्णा ब्राउन थर्ड तन्मय मुरलीधर ब्राउन थर्ड तन्मय मुरलीधर अन्वय राज जी ब्राउन थर्ड अन्वय राज जयान बशीर അത് ബ്രൗൺ സെക്കൻഡ് ആണ് ദേവനാരാജ് ജി ബ്രൗൺ സെക്കൻഡ് ദേവനാരാജ് കാർത്തിക് റാവ് ബ്രൗൺ സെക്കൻഡ് കാർത്തിക് റാവ് അൻഷിയ പിയ ബ്രൗൺ സെക്കൻഡ് അൻഷിയ ब्राउन सेकंड कीर्तना राव ब्राउन सेकंड सायंदा एवी अग्ना से ब्राउन सेकंड
Kartika Mahesh, 12 seconds. Kartika Mahesh. Adisri. Vinayak T.S. Brown first. Vinayak. Karthik T.S. Brown first. Akshit Unnikrishnan, Brown first. Shasa Fatima. Devapriya Suresh. Devapriya Suresh. Anshika U. Samudran, orange. Anshika. Sriyanti. നമ്മുടെ മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്താ പറയുക ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ഇവിടെ കാത്തിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നു എന്താ വെച്ചാൽ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മാഡം പറയണം. എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു വൈകിപ്പോയി പരിപാടി. അപ്പോൾ ഞങ്ങൾ പരിപാടിയിലേക്ക് കടക്കാം. ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് കരാട്ടെ അക്കാഡമിയുടെ ഈ വർഷത്തെ ഗ്രേഡിംഗ് ടെസ്റ്റാണ് ഇവിടെ നടന്നത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഇന്റർനാഷണൽ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിൽ വിജയിച്ച ലോകത്ത് തന്നെ അപൂർവം ലഭിക്കുന്ന ജപ്പാൻ വേൾഡ് ഷോട്ടോക്കാൻ കരാത്തെ ഫെഡറേഷനിൽ നിന്ന് ഫസ്റ്റ് ഡിഗ്രി, അതുപോലെ സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ അവാർഡ് നൽകാനാണ് നമ്മൾ മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദ്യമായി നമ്മൾ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയുടെ പ്രസിഡന്റ് ഞങ്ങളോട് കൂടെ അഡ്വക്കേറ്റ് മഹേഷ് സാർ ഏത് പരിപാടിയിലായാലും നമ്മുടെ ചാമ്പ്യൻഷിപ്പ് ആയാലും അതുപോലെ തന്നെ കരാത്തയുടെ രണ്ട് കുട്ടികൾ അടങ്ങുന്ന ഒരു പരിപാടിയായാലും സാറിൻ്റെ പങ്കാളിത്തം ഉണ്ടാവും. സാറിൻ്റെ നിർദ്ദേശത്തിന് ആണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രസിഡന്റിനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ 600ഓളം സ്റ്റേജിൽ പരിപാടി അവതരിപ്പിച്ച ഞങ്ങളുടെ നാട്ടുകാരെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട 1990 കുളശ്ശേരി മുക്ക് കേന്ദ്രീകരിച്ച് കരാത്തെ പരിശീലിക്കാൻ വേണ്ടി സ്ഥല സൗകര്യം ഉണ്ടാക്കി തന്ന നമ്മൾ കുമാരേട്ടൻ്റെ മകൻ ജിജു കൈരളം, ജിജുവിനോട് എത്താൻ പറ്റിയിട്ടില്ല. കൈരളം കലാ കൂട്ടായ്മയുടെ സ്ഥാപകനായ ജിജു അവൻ്റെ സ്റ്റുഡൻറ്റിന് ഒരു ചെറിയൊരു പാമ്പ് കടിയേറ്റ് ICU-ലായതുകൊണ്ട് വരാൻ പറ്റിയില്ല. ആശംസാ പ്രസംഗത്തിനിടെ എത്തുമെന്ന് പറഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ മകള് പൊന്നമ്പല 1.5 വയസ്സ് മുതൽ നാടൻ പാട്ടിൻ്റെ എന്താ പറയേണ്ടത്, ഞങ്ങളെല്ലാം നാട്ടിൻപുറത്ത് ആദ്യമായി ആണ് ഇത്രയും കഴിവില്ല. 1.5 വയസ്സ് കാലം മുതൽ 600ഓളം സ്റ്റേജ് കീഴടക്കി ആ പൊന്നമ്പലെ ഞങ്ങളൊരു ഉപകാരം ചെയ്യാൻ
നൽകാൻ വേണ്ടിയിട്ടാണ് കുട്ടീനെ എത്തിച്ചത്. അത് പ്രസിഡന്റ് നിർവഹിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 1990 മുതൽ കരാത്തെ മയിൽ കോളേജിൽ നമുക്ക് കേന്ദ്രീകരിച്ച് പരിശീലനം നൽകുകയും ഈ അക്കാഡമിയിലെ തുടർച്ചയായി 5 തവണ നാഷണൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, തുടർച്ചയായി 5 തവണ ഇപ്രാവശ്യം 5 തവണ കൂടെ ആയിട്ട് നിരവധി നമുക്ക് ഓവറോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ 5 വർഷം തുടർച്ചയായി ഓവറോൾ കിരീടം നേടാൻ പറ്റിയ നമ്മുടെ വിദ്യാർത്ഥിയുടെ കഴിവ് എൻ്റെ മാത്രമല്ല, ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാലും എൻ്റെ വിദ്യാർത്ഥികൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് പോകാൻ കിട്ടൂ. നാഷണൽ ലെവലിൽ ഓവറോൾ കിരീടം നേടിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റിൽ കിട്ടിയ ഈ ഒരു അവാർഡ് നമ്മുടെ മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെന്ന് കുട്ടികളുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പിന്നെ വേറെ കൂടുതൽ ഞാനൊന്നും പറഞ്ഞ് ഇതാകുന്നില്ല. കരാത്തയിൽ വയറിലേക്ക് എത്താൻ വേണ്ടി എന്നുവെച്ചാൽ നമ്മൾ എന്താ പറയുക, ലോകത്ത് അപൂർവമായി കിട്ടുന്ന ഒരു നേട്ടം നമ്മുടെ മയിലിലെ കുട്ടികൾ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ വെച്ചാൽ എന്നെ കരാത്തെ പഠിപ്പിച്ച ആദ്യത്തെ എൻ്റെ ഗുരു കണ്ണൂരിലെ PK പത്മനാഭനാണ്. കണ്ണൂർ ഷിങ്കായി കരാട്ടെ അക്കാഡമിയുടെ സ്ഥാപകനും കണ്ണൂർ ആദ്യമായി കരാത്തെ കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് PK പത്മനാഭൻ. സേറാൻ തന്നെ കരാത്തയിൽ കൈമടക്കാൻ പഠിപ്പിച്ചെന്നതും തുടർന്ന് തമിഴ്നാട്ടിലെ മദ്രാസിൽ ടൈഗർ ഖാൻ കരാത്തെ ഡോജോയിലേക്ക് ചേരുകയും ടൈഗർ ഖാൻ കരാത്തെ ഡോജോയിൽ നിന്ന് ഞാനിപ്പോൾ വേൾഡ് ഷോട്ടോക്കാൻ കരാത്തെ ഫെഡറേഷൻ ജപ്പാൻ്റെ അഫിലിയേഷൻ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ എന്താ പറയുക, എന്നെ ഈ ലെവലിൽ എത്തിച്ചത് എൻ്റെ പാണ്ഡ്യമാഷാണ്. ഈ പാണ്ഡ്യമാഷ നാട്ടുകാരിയായ 3 വിദ്യാർത്ഥികൾ എൻ്റെ കീഴിൽ കളിക്കുന്നുണ്ട്. അതൊരു വലിയൊരു സന്തോഷമായി ഞാൻ കാണുന്നു. അവരെ ആ സംസാരം കേൾക്കുമ്പോൾ ഞാൻ മദ്രാസിൽ പോയ പോലെയാണ്. ഒരു 2 മാസത്തിൽ ഒരാഴ്ച ഞാൻ മദ്രാസിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ 90 മുതൽ 2000 വരെയും ഞാൻ ഒരു 2 മാസം കൂടുമ്പോൾ ഒരാഴ്ച മദ്രാസിൽ ടൈഗർ ഖാൻ കരാത്തയുടെ കീഴിൽ പരിശീലനം നേടുകയും അങ്ങനെ 90-ൽ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ, ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന ഒരു കാര്യമാണ്, 91-ൽ തമിഴ്നാട്ടിൽ വെച്ച് നടന്ന ഒരു കരാത്തെ പ്രദർശനത്തിൽ മുഖ്യമന്ത്രി ജയലളിതയിൽ നിന്ന് എനിക്ക് വലിയൊരു അവാർഡ് നേടുകയും കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരേ സമയത്ത് 3 കാറ് ദേഹത്തോട്ടേക്ക് കയറ്റുക. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഞാൻ നടത്തുകയും എൻ്റെ നാട്ടിൻപുറത്ത് ഒരു പരിപാടി നടത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആരും ഡ്രൈവർമാരെ കിട്ടുന്നില്ല, ആരും സമ്മതിക്കുന്നില്ല. അങ്ങനെ 97-ൽ ആ ആഗ്രഹം ഞാൻ നടത്തിയിട മയിൽ സ്കൂൾ ഗ്രൗണ്ടിൽ 3500ഓളം വിദ്യാർത്ഥികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആമോസ് മാമൻ, വളപട്ടണം CI ആയ ആമോസ് മാമൻ സാർ നേതൃത്വത്തിൽ നമ്മളെ കുഞ്ഞിരാമാഷ്, പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അന്നത്തെ അച്ഛന്മായിരുന്നു പത്തക്ക കുഞ്ഞിരാമാഷ് എന്ന് പറയും, നമ്മളെ പന്തൂരിട്ടം പഠിപ്പിച്ച മാഷാണ്. മാഷ് പറഞ്ഞു, രാജീവ് ഞാൻ ഓക്കെ, നീ റെഡിയാണെന്ന്. അപ്പോൾ അങ്ങനെ ഈ ഒരു മയിൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ബാന് എൻ്റെ മേക്കപ്പ് കൂടെ കയറ്റുകയും അങ്ങനെ നിരവധി പരിപാടികൾ കരാത്തെ പരിശീലനത്തിലൂടെ എനിക്ക് നടത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ദൂരദർശനിൽ, അങ്ങനെ ഏഷ്യാനെറ്റിൽ, കൈരളി ചാനൽ, അങ്ങനെയുള്ള കുറേ ചാനലിൽ എൻ്റെ പരിപാടി നടത്തിയിട്ടുണ്ട്. ഇന്നും ഇന്ത്യയിൽ ആരും നടത്താത്ത രീതിയിൽ കരാത്തെ പ്രദർശനം എനിക്ക് നടത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അരയിഞ്ച് വണ്ണമുള്ള 3 പലകയിൽ 10 ഇരുമ്പാണി വെറും കൈപ്പത്തി കൊണ്ട് അടിച്ചു കയറ്റുക, 16 ഇളനീര് ശരീരത്തിൽ കുത്തിയുരിക്കുക, അത് ഏഷ്യാനെറ്റിൽ വന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ നിരവധി പരിപാടി എൻ്റെ നാട്ടുമ്പുറത്തെ മയിൽ തന്നെ CRC വായനശാലയുടെ വാർഷികത്തോട് 90-ൽ ആദ്യം നമ്മളെ വായനശാല ഒരു ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു. അതിൻ്റെ വാർഷികത്തിന് 3 മണിക്കൂർ അടങ്ങുന്ന കരാത്തെ പ്രദർശനം നമ്മൾ ഈ മയിൽ നാട്ടുകാർ ആദ്യമായിട്ടാണ് കരാത്തെ ഡ്രസ്സിട്ട ഒരാൾ കാണുന്നത്. അപ്പോൾ 3 മണിക്കൂർ അടങ്ങുന്ന ഒരു പരിപാടി, 1 മിനിറ്റിനുള്ളിൽ 290 ഓട്, അന്ന് വെറും കൈപ്പത്തി കൊണ്ട് കൈ കൊണ്ട് അടിച്ചു തകർക്കും. അങ്ങനെ നിരവധി പരിപാടികൾ. അവസാനം എനിക്ക് കരാത്തയിൽ ഒരു ഡോക്ടറേറ്റും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ അപൂർവമായി 3 പേർക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ അംഗീകാരങ്ങൾ, അതിൽ കൂടുതൽ എൻ്റെ മക്കൾക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കാണാതെ ഈ പ്രായത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റിന് അർഹരായ, ലോകത്ത് ഏതൊരു മാസത്തിന് മുന്നിലും എന്താ പറയണ്ടേ അംഗീകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് എൻ്റെ മക്കൾക്ക് കിട്ടി. ഇന്നും കണ്ണൂർ ജില്ലയിൽ നിരവധി കരാത്തെ മാഷന്മാരുണ്ട്, അവരൊന്നും കാണാതൊരു സർട്ടിഫിക്കറ്റ് എൻ്റെ ഈ നിൽക്കുന്ന ചെറിയ മക്കൾ നേടിയതിന് വലിയൊരു സന്തോഷമുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ അധ്യക്ഷൻ വിളിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സ്വാഗതം പറയാൻ നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മയാണ്. വേൾഡ് ഷോട്ടോക്കാൻ കരാത്തെ
നാഷണൽ ചാമ്പ്യൻഷിപ്പിൻ്റെ മുൻപന്തിയിൽ നിൽക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ചാമ്പ്യൻഷിപ്പിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഷംന എഴുതിയിട്ടുണ്ട് ഒരു ആശംസ പ്രസംഗം ഇത്രയും പറഞ്ഞുകൊണ്ട് വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഈ വർഷത്തെ നമ്മുടെ ഗ്രേഡിംഗ് ടെസ്റ്റ് രാവിലെ മുതൽ നമ്മളിവിടെ ആരംഭിച്ചു. ഏകദേശം ടെസ്റ്റെല്ലാം പൂർത്തിയായി. സർട്ടിഫിക്കറ്റ് വിതരണവും ബെൽറ്റ് വിതരണവും നടത്താൻ സാധിച്ചു. അവസാന സമ്മേളനം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇതുപോലുള്ള ഗ്രേഡിംഗ് ടെസ്റ്റ് നമ്മൾ നടത്താറും നിരവധി അവാർഡുകൾ നമ്മൾ വിതരണം ചെയ്യാറുമുണ്ട്. ഈ വർഷം നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഈ ഏകദേശം 34 വർഷത്തോളമായി മയിൽ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു കരാട്ടെ അക്കാദമി പ്രവർത്തിച്ചു വരുന്നത്. ഇന്ന് നമ്മുടെ ഈ അക്കാദമിയുടെ ഏരിയ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയും കടന്ന് കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ല ഉൾക്കൊള്ളുന്ന 3 സ്ഥലങ്ങളിൽ അക്കാദമി അതിൻ്റെ പരിശീലനം നടത്തുകയും ഈ 3 ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ ഒരു ചാമ്പ്യൻഷിപ്പ് നടത്താറ്. ഈ വർഷം അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയത് അതാത് ജില്ലയിൽ അവരവരെ ചാമ്പ്യൻഷിപ്പ് അടുത്ത ദിവസങ്ങളിൽ നടക്കുകയും നമ്മുടെ ഈ ജില്ലയിൽ നമ്മുടെ അക്കാദമിക് കീഴിലില്ല ആൾക്കാർ കൂടുതലുണ്ട്. നമുക്ക് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്ന് തന്നെ 100-120ഓളം വിദ്യാർത്ഥികളുടെ പരീക്ഷയ്ക്കിരിക്കുകയും അവരുടെ ഗ്രേഡിംഗ് ടെസ്റ്റ് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വർഷം ഇതിൻ്റെ രാജീവാന്റെ മുമ്പിൽ ഇറക്കി വെക്കാനൊരു നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മളൊരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ നമ്മൾ ഈ 3 ജില്ലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ ഇവന്റ്, ഒരു വലിയൊരു പരിപാടി നമുക്ക് അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം തന്നെ അടുത്ത ഗ്രേഡിംഗ് ടെസ്റ്റോടുകൂടി നടത്താൻ സാധിക്കണം എന്നാണ് പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ട് ഈ 3 ജില്ലയിലെ സെൻസിമാറും അതിലെന്ത് ചെയ്യാൻ പറ്റുന്നില്ല കാര്യത്തിൽ നമുക്ക് അവർ തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് രാജീവാട്ടിനോട് പറയാനുള്ളത്. കാരണം വെച്ചാൽ നമ്മുടെ കരാട്ടെ അക്കാദമീൻ്റെ പേര് ഈ മയിൽ മാത്രമല്ല കേരളത്തിലും അതുപോലെ ഇന്ത്യക്ക് പുറത്തും നിരവധി സ്ഥലങ്ങളിൽ നമ്മുടെ അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടിപ്പോയ നിരവധി പേർ പല സ്ഥലങ്ങളിലും പല സ്ഥാനങ്ങളിലും ഈ ഒരു കരാട്ടിയുമായി ബന്ധപ്പെട്ട മേഖലകളിലും അതുപോലെ മറ്റു മേഖലകളിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് നടത്താനുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിയിൽ നിന്ന് ജപ്പാൻ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് അർഹരായ 11 പേര് ഈ അക്കാദമിയിൽ നിന്ന് സ്റ്റുഡൻസ് 11 പേർക്കില്ല ഒരു സർട്ടിഫിക്കറ്റ് വിതരണം അത് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഈ അക്കാദമിക്കാണ് നാഷണൽ ലെവൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് തുടർച്ചയായിട്ട് 5ാം തവണ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമുക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ട്രോഫിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതെല്ലാ രക്ഷിതാക്കളും മുമ്പിൽ നമ്മൾ അറിയിക്കുകയാണ്. അത് വലിയൊരു നേട്ടം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വിശിഷ്ട അതിഥിയായിട്ട് നമുക്ക് ഇവിടെ നാടൻപാട്ട് കലാകാരി പൊന്നാമ്പല ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി നമ്മുടെ ബഹുമാന്യ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അജിതേച്ചിയെ ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ചിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ചീഫ് കിസാൻ പി രാജീവൻ, ഇവിടെ അതിഥിയായി അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നാടൻ പാട്ടരങ്ങിലൂടെ കേരളത്തിനകത്തും പുറത്തും 600-ലേറെ വേദികൾ പങ്കിട്ട നമ്മുടെ നാടിൻ്റെ നാട്ടുകാരി കൂടിയായിട്ടുള്ള പൊന്നാമ്പല, അവർ അതുപോലെ വേദിയിൽ
പ്രിയമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള കുട്ടികളെ, സുഹൃത്തുക്കളെ, നാഷണൽ ലെവൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 5ാം തവണയും ഓവറോൾ കിരീടം നേടിയ ടീമിനുള്ള ആദരവ് കൊടുക്കുക എന്നതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. അത് വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മുടെ മൈലിനെ സംബന്ധിച്ചിടത്തോളം അല്ല, കഴിഞ്ഞ വർഷം ഞാൻ പങ്കെടുത്തില്ല, അതിന് മുന്നത്തെ വർഷം അല്ലെങ്കിൽ കരാട്ടെ ഇതുപോലെ തന്നെ ബെൽറ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇത്രയൊന്നും കുട്ടികളില്ല, അന്ന് കുട്ടികൾ കുറവാണ് അല്ലേ? അതെ, കുറച്ച് കുട്ടികളുണ്ട്. ഇന്ന് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഈ കരാട്ടയുടെ പ്രാധാന്യം ഒരുപാട് ഏറി വരുന്നുണ്ട് അല്ലേ? നമ്മളെ രക്ഷിതാക്കൾ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളികളുണ്ട് അല്ലേ? ഒരുപാട് വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളൊക്കെ ഇത്തരത്തിലുള്ള പരിശീലനത്തിലെ കൂടി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ നമ്മളെ കുട്ടികൾ വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ തന്നെയല്ലേ അല്ലേ? ഇന്ന് രാവിലെ മുതൽ ഇവിടെയല്ലേ? നമുക്കൊന്നിനും വേറെ പോകാൻ സമയമില്ല. നമ്മളെ മനസ്സും ശരീരവും മുഴുവനും ഇവിടെ തന്നെയാണ് അല്ലേ? നമുക്ക് ഏകാഗ്രമായി നമുക്കിവിടെ ഇരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലെ കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ നമ്മുടെ സമൂഹം നമ്മൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളിൽ നിന്നൊക്കെ മറികടക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കരാട്ടെ പരിശീലനത്തിലെ കൂടി നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഗ്രാമപഞ്ചായത്ത് വനിതകൾക്ക് കരാട്ടെ പരിശീലനം വെച്ചു. അപ്പോൾ രാജീവ് മാഷൊക്കെയാണ് അത് നടത്താൻ വേണ്ടി ഏറ്റെടുത്തത്. പക്ഷെ അത് നടക്കാൻ വേണ്ടി സാധിച്ചില്ല. വനിതകൾ മുന്നോട്ട് വരാത്ത ഒരു അവസ്ഥ. അപ്പോൾ എന്നിട്ട് നമ്മൾ വായനശാലയിൽ കുട്ടികൾ വന്നോട്ടെ എന്ന് പറയും. കുട്ടികൾ 2 ദിവസം വരുന്ന 3ാമത്തെ ദിവസം ഇല്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളെ ഒരു സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി, ഇങ്ങനെ കരാട്ടെ പരിശീലനത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. നമുക്കിതിന് പ്രായഭേദമില്ല അല്ലേ? എല്ലാവർക്കും കരാട്ടെ പരിശീലിക്കാൻ വേണ്ടി സാധിക്കും. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം വെച്ചതാണ്. അപ്പോൾ വനിതകൾക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി. പക്ഷേ വനിതകൾ ഇന്ന് ഒരുപാട് അല്ലേ ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വയം രക്ഷയുടെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. ആ പദ്ധതി വെറുതെ നമ്മൾ കളയാൻ വേണ്ടി ഇതായി അപ്പോൾ സ്പിൽ ഓവറായി വെച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ആർക്കെങ്കിലും ഉപകരിക്കപ്പെടും എങ്കിൽ നമുക്ക് വായനശാലകളിലോ അല്ല ഇതുപോലെ ഏതെങ്കിലും വേദികളിൽ സ്ത്രീകൾക്കുള്ള കരാട്ടെ പരിശീലനം ഇനിയും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അത് പൂർണ്ണമായി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഈ മക്കൾ പറഞ്ഞാൽ അവരെ അമ്മമാർ ഒരുപാട് കേൾക്കും അല്ലേ? അപ്പോൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം അമ്മ പോകണമെന്നല്ല. അപ്പോൾ വായനശാലകളിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. കണ്ടക്കെ വായനശാലയിൽ വെച്ച് കുറച്ചിട്ടുണ്ട്. അതവർ ചെയ്യുന്നില്ല. അപ്പോൾ ഏതായാലും വരും വർഷങ്ങളിൽ നമ്മൾ പദ്ധതി വെച്ച് നമുക്ക് വനിതകളുടെ കരാട്ടെ വനിതാ ഘടകപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വനിതകൾക്ക് കരാട്ടെ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. അതിന് ഇവിടെ ഇരുന്ന ആൾക്കാർ വിചാരിച്ചാൽ മാത്രം മതി. ശരിക്കും മക്കൾ പഠിക്കുന്ന പോലെ തന്നെ ഇത് സൗജന്യമായിട്ടാണ് അവർ പഠിപ്പിക്കണം. പൈസയൊന്നും കൊടുക്കാണ്ടാണ് പദ്ധതിയിൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുക്കുക. അപ്പോൾ അത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാൻ നമ്മളെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി വരും വർഷങ്ങളിലെങ്കിലും ഈ വർഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷമെങ്കിലും നമുക്ക് അത് ചെയ്തെടുത്തുകൊണ്ട് നമ്മുടെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി നമ്മുടെ പ്രദേശത്തുള്ള സ്ത്രീകൾക്ക് അതിന് സാധിക്കണം എന്ന ഒരു ഉറപ്പ് നിങ്ങളിൽ നിന്ന് എനിക്ക് ഉണ്ടാവണം എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് സമയം ഒരുപാട് വൈകിയായിരിക്കും. രാവിലെ മുതലേ എല്ലാവരും ഇരിക്കുന്നതാണ്. കുട്ടികൾക്ക് വിശപ്പെല്ലാം ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും ചായയും കിട്ടിനാ അല്ലേ? കൊണ്ടതിനാ എല്ലാവരും
ഭക്ഷണം കൊണ്ടതിനാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് ഏതായാലും സ്കൂളിൽ നാളെ സ്കൂളിൽ പോകേണ്ടതാണല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഇന്ന് കുട്ടിഞ്ഞ് അല്ലേ നമ്മളെ പറയുന്നതൊന്നും ആർക്കും കേൾക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഈ മഞ്ഞാമ്പലി വിടയത്തിൻ്റെ ഒരു നാടൻ പാട്ട് നിങ്ങളെ മുന്നിൽ അവർ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടം അല്ലേ? പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ അല്ലേ? ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്ന് ഒരു പാട്ട് കേൾക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ കൂടുതൽ കാര്യത്തിലേക്കൊന്നും കടക്കുന്നതിന് ഏതായാലും എന്നെ ക്ഷണിച്ചത് ഈ ബെൽറ്റ് അല്ലെ ഒരു കുറേ തരത്തിലുള്ള ബെൽറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ടേക്കും എല്ലാവരും പഠിച്ച് ഓരോ സമയത്ത് കിട്ടേണ്ട പരീക്ഷയൊക്കെ എഴുതി ഓരോ സമയത്ത് കിട്ടേണ്ട ബെൽറ്റുകൾ നല്ല രീതിയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും അത് അഭിമാനപൂർവ്വം അത് കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ അത് ഉടനീളം പകർത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ചടങ്ങ് നമ്മുടെ അക്കാദമിയിൽ നിന്നും ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു 11 പേരുണ്ട്. അവർക്കുള്ളൊരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പാസ്പോർട്ട്, ബാഡ്ജ്, ഈ 3 വിതരണമാണ്. അതിനുവേണ്ടി പ്രസിഡന്റിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒന്നാമതായി സമുദ്രൻ 3rd degree black belt. സമുദ്രൻ 3rd degree black belt. Adhinraj 3rd degree. Adhinraj. അടുത്ത ഇന്റർനാഷണൽ ഫസ്റ്റ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് നേടിയ ആശ്വി കെ വി. പാർവതി രാശിൽ ഫസ്റ്റ് ഡിഗ്രി. അനശ്വർ എം. അലങ്കൃത ബി പി. അലങ്കൃത. അജയ് എ വാര്യർ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അജയ് ജി വാര്യർ. ധ്രുവ് വിവേക്. ധാൻവിൻ മനോഹരൻ. ഹൃദയ. ഇഷാനി കെ. ഇഷാനി അല്ല, ഫാത്തിമ.
ഫാത്തിമ. ഫാത്തിമ. ഇവിടെ നടക്കുന്ന ടെസ്റ്റിൽ ഗ്രേഡിങ്ങിനനുസരിച്ച് നമ്മൾ അതിൽ 1, 2, 3 സ്ഥാനം നേടിയവർക്ക് നമ്മൾ മെഡൽ കൊടുക്കുന്നുണ്ട്. അതിൽ 1ാം സ്ഥാനം നേടിയത് അമൻദേവ് രഞ്ജിത്ത്. അമൻദേവ് രഞ്ജിത്ത് പഞ്ചായത്ത് പ്രസിഡന്റ്. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് അൻഷിക. 2ാം സ്ഥാനം അൻഷിക. 3ാം സ്ഥാനം അവിനാസി. 3ാം സ്ഥാനം അവിനാസി. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഫേസ് കിക്ക്, റൗണ്ട് സ്ലാപ്പ് തുടങ്ങിയ ഇനങ്ങളിലെ 3 ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊന്ന് 1ാം സ്ഥാനം ഹംദാൻ. ഹംദാൻ. 2ാം സ്ഥാനം അബ്ദുൾ ഹനാൻ. അബ്ദുൾ ഹനാൻ. 3ാം സ്ഥാനം സിജി. മയ്യൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി കരാത്തെ പരിശീലിക്കുന്ന കേരള സ്വദേശി സിജി. സിജി കെ. സിജി. സിജി. സിജി കെ. സിജിക്ക് ഇവിടെ ഇല്ല. സിജിക്ക് ദിയ. ദിയ. രണ്ട് സെന്ററിലാണ് നമ്മൾ കരാത്തെ പരിശീലിപ്പിക്കുന്നത്. ഒരു സെന്ററിൽ ആൾക്കാർ കുറഞ്ഞതുകൊണ്ട് നിർത്തി. ഇനിയിപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മെമ്പറോട് പറയാം, നമ്മൾ ആ നാട്ടിൽ വന്നിട്ട് കൂടിയായ പൊന്നാമ്പല എന്നറിയപ്പെടുന്ന വൈഖരി സ്രാവിന് ഉള്ള ഒരു ഉപഹാരം ഇവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തായി സമാപന സമ്മേളനം ഉദ്ഘാടനത്തിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയ ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉപഹാരം നമ്മുടെ എസ്എൻസി ശ്രീ രാജീവൻ നൽകുന്നതായിരിക്കും. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ ബഹുമാനം ക്ഷണിക്കുന്നു.
ചടങ്ങുകൾ ഏകദേശം അവസാനിക്കാറായി. അതിനു മുന്നേ നമുക്ക് വേണ്ടി ഒരു നാടൻ പാട്ട് നമ്മുടെ പൊന്നാമ്പല പാടുന്നതായിരിക്കും. ഈ ഒരു അനുമോദനം ഏറ്റുവാങ്ങാൻ എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിൽ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച രാജീവാട്ടനും പിന്നെ ഒരു കരാട്ടെ ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് കരാട്ടെ പഠിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പരിപാടിയുടെ തിരക്ക് മൂലം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പം ഞാനൊരു പാട്ടോട് കൂടി നിർത്താം. 33 ദേവകൾക്കെന്നും മുത്തപ്പനെന്നും ഒരീശ്വരനല്ലേ, ഏഴരിൽ തോഴനെ വന്നുദിച്ചില്ലേ, പാലാടിനാഥന്റെ വംശമൊന്നല്ലേ, പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ എന്റെ കൈവടികല്ലേ, സങ്കടങ്ങൾ ചൊല്ലിടം തമ്പുരാനേ ഓ ദയ്യാരക്കാര, പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ എന്റെ കൈവടികല്ലേ, സങ്കടങ്ങൾ ചൊല്ലിടം തമ്പുരാനേ ഓ ദയ്യാരക്കാര, ആടിപ്പതഞ്ഞൊഴുകും പുഴയ്ക്ക് താരവസിക്കണ്ണ ദൈവം തുണയ്ക്ക്, മുത്തപ്പത ഇവമെടാത്തു രക്ഷിക്ക്, സത്യത്തിൽ മുത്തമ്മയെന്നെ വിളിക്ക്, പാവങ്ങളേറ്റു പറഞ്ഞു കൊള്ളാം തല തല്ലിക്കരഞ്ഞ്, സങ്കടങ്ങൾ ചൊല്ലാം തമ്പുരാനേ ഓ ദയ്യാരക്കാര, പാവങ്ങളേറ്റു പറഞ്ഞു കൊള്ളാം തല തല്ലിക്കരഞ്ഞ്, സങ്കടങ്ങൾ ചൊല്ലാം തമ്പുരാനേ ഓ ദയ്യാരക്കാര, അയ്യങ്കരിന്തത്തെ ഉണ്ണി നമസ്തേ, കാടുവാണീശന്റെ എന്നും നമസ്തേ, കുന്നത്തൂർ പാടിയിലുണ്ണി നമസ്തേ, അറച്ചിനിക്കിന്റെ മുത്ത നമസ്തേ, കക്കാവിളി എന്തി കളിക്കുകില്ലേ, സർവൈശ്വര്യമല്ലേ പാടിക്കുറ്റി പാലൂട്ടിടുകില്ലേ ഓ ദയ്യാരക്കാര, കക്കാവിളി എന്തി കളിക്കുകില്ലേ, സർവൈശ്വര്യമല്ലേ പാടിക്കുറ്റി പാലൂട്ടിടുകില്ലേ ഓ ദയ്യാരക്കാര, 33 ദേവകൾക്കെന്നും മുത്തപ്പനെന്നും ഒരീശ്വരനല്ലേ, ഏഴരിൽ തോഴനെ വന്നുദിച്ചില്ലേ, പാലാഴിനാഥന്റെ വംശമൊന്നല്ലേ, പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ എന്നെ കൈവടിയല്ലേ, സങ്കടങ്ങൾ ചൊല്ലിടം തമ്പുരാനേ ഓ ദയ്യാരക്കാര. ആശംസ. ഈ പരിപാടി അവസാനിക്കുന്നതിന് മുന്നേ നമുക്ക് ലഭിച്ച ഓവറോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഈ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ബ്ലാക്ക് ബെൽറ്റ് സീരിയസ് ആയിട്ടില്ല വിദ്യാർത്ഥികൾ പെട്ടെന്നോ എല്ലാം സീരിയസ് വിദ്യാർത്ഥികൾ. വേണ്ടി നമ്മുടെ മയിൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ ശ്രീമതി പ്രഭാദേശിയെ ഞാൻ ക്ഷണിക്കുകയാണ്. വിദ്യാർത്ഥികളെ വർഷങ്ങളായി രാജീവനുമായി നല്ല ബന്ധമുണ്ട്. ഞാൻ പഞ്ചായത്തിൽ ഉള്ള സമയത്ത് ഒരു പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് ആദ്യത്തെ പരിശീലന സ്കൂൾ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് മാത്രമായി പരിശീലനം കൊടുക്കുന്ന ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പരിപാടി അതിൻ്റെ ക്ലാസ്സിൽ കൈകാര്യം ചെയ്ത് രാജീവനായതുകൊണ്ട് ആ സമയം മുതൽ രാജീവനുമായി നല്ലൊരു പരിചയപ്പെടാനും അറിയാനൊക്കെ സാധിച്ചിട്ടുണ്ട്.
അതുപോലെ കുറേ വർഷങ്ങളായി നമ്മുടെ പ്രദേശത്ത് ഇത്തരമൊരു പരിശീലനം നടത്തുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഞാൻ ഈ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ ഇന്നത്തെ സമൂഹം വല്ലാത്ത രീതിയിൽ നമ്മൾ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കുട്ടികൾ സ്വയമേ അവരുടെ സ്വയം അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പരിശീലനം കൂടി ആണ്. അതിൽ കവിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്, ആശ്വസിക്കുന്നുണ്ട്. ഏതായാലും ഇത് പഠിക്കുന്നത് അതിൻ്റെ പരിശീലനം പരമാവധി നമ്മുടെ പെൺകുട്ടികളിലേക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികളിലേക്ക് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിന് തന്നെ ഉയർച്ചയ്ക്ക് തന്നെ വലിയൊരു കാര്യമാണ്. ഏതായാലും ഇത്തരം പരിപാടികൾ തുടർച്ചയായി ഇനിയും മുന്നോട്ട് പോകട്ടെ. അതിന് രാജ്യത്തെ എല്ലാ കാലവും സാധിക്കട്ടെ. അതിൻ്റെ ഇഷ്ടംപോലെ കുട്ടികൾ അതിൻ്റെ പരിശീലനം നേടിയ ശിക്ഷകളുണ്ട്. എല്ലാവരെയും കൊണ്ട് നമ്മുടെ നാടിന് നല്ലൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നത്, കരാട്ടയിൽ നല്ലൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ എന്തും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്തയായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ അക്കാദമിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ശ്രീമതി ഷബിന രാജേഷിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ സർ, രാജീവൻ സർ, ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അയ്യപ്പൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം വി അജിത, നാടൻപാട്ട് കലാകാരി കുമാരി പൊന്നാമ്പലം, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സെൻസർമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എല്ലാവരും പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് രാവിലെ മുതലേ എല്ലാം പരിശീലനം അല്ലെങ്കിൽ ഗ്രേഡിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് പുതിയ ഇതൊക്കെ വാങ്ങിയിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം രാവിലെ മുതലേയുള്ള പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് കഴിഞ്ഞിട്ടും ഈ കുട്ടികളിലേക്ക് മുഖത്ത് യാതൊരു ടയേർഡ്നെസ്സും കാണാനില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കണം. ഒരുപക്ഷെ പുതിയ ഗ്രേഡിലേക്ക് മാറിയത് കൊണ്ട് പുതിയ ബെൽറ്റൊക്കെ കിട്ടിയതിന് സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് കുട്ടികളെല്ലാവരും വളരെ എൻജോയ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മാത്രമല്ല ഫൈറ്റൊക്കെ ചെയ്യുന്നത്. തല്ല് കൊടുത്തവരും കിട്ടിയവരും ഒക്കെ ഉണ്ട്. എല്ലാവരുടെ മുഖത്ത് സന്തോഷമാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നത് വീട്ടുകാരുടെ നിർബന്ധത്തോടു കൂടി അല്ലാതെ കുട്ടികൾ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ എത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ കരാട്ടെ അതുപോലുള്ള മാർഷൽ ആർട്സിൻ്റെ ഒക്കെ പ്രസക്തി നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും കുട്ടികൾക്കും സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും എതിരെയൊക്കെയുള്ള ആക്രമണങ്ങളൊക്കെ നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സുരക്ഷ നമ്മുടെ തന്നെ കൈകളിൽ നിന്ന് കരുതി ഇതുപോലുള്ള മാർഷൽ ആർട്സ് അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എല്ലാ കുട്ടികളും ഇപ്പം നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കണമെന്ന്. പക്ഷെ അന്ന് ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക്, എൻ്റെ രക്ഷിതാക്കൾക്ക് എന്നെ അന്ന് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് അവർ കുറ്റപ്പെടുത്തുന്നില്ല, അവർക്ക് അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഇന്നത്തെ രക്ഷിതാക്കൾ അവരുടെ സമയവും അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്ക് ഇതുപോലുള്ള സെൽഫ് ഡിഫൻസ് പ്രാക്ടീസ് ഒക്കെ നൽകുകയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു മുതൽക്കൂട്ടായി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രാക്ടീസ് ദിനംപ്രതി എല്ലാ ദിവസവും കൃത്യമായി ചെയ്തുകൊണ്ട് ദിവസവും വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അതിനോട് മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ കരാട്ടെ പ്രാക്ടീസും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങളെ കേട്ടിട്ടുണ്ടാവും 1000 അടവുകൾ പഠിച്ച ഒരാളെ നമ്മൾ ഭയക്കേണ്ടതില്ല. എന്നാൽ ഒരടവ് 1000 തവണ പ്രാക്ടീസ് ചെയ്യുന്ന ആളെ നമ്മൾ ഭയക്കണം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രാക്ടീസ് എല്ലാ ദിവസവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായി മാറും, നല്ല പവറുള്ള ആൾക്കാരായി മാറും. അപ്പോൾ നാളെ ഈ പരിശീലനമൊക്കെ പൂർത്തിയാക്കി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ
നിങ്ങളെ ഓരോരുത്തരെയും ഒരല്പം ഭയത്തോടു കൂടിയും അതിലേറെ ബഹുമാനത്തോടു കൂടിയും എല്ലാവരും കാണാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് രാവിലെ മുതലേയുള്ള മത്സരത്തിൽ പങ്കെടുത്ത് പുതിയ ബെൽറ്റൊക്കെ വാങ്ങിയ എല്ലാ കുട്ടികൾക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു വേദി പങ്കിടാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം തന്ന സെൻസി രാജീവൻ സാറിനെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ഉപസംഹരിക്കുന്നു. അടുത്ത ചടങ്ങുകളിലെ നന്ദി പ്രകാശാണ്. നമ്മൾ ഈ ചടങ്ങ് അവസാനിക്കുന്നതിലൂടെ നമ്മുടെ ഇതുപോലെയുള്ള ഈ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ അടുത്ത ടൗണിലേക്ക് ഒരു റൈഡ് നടത്തുവാറുണ്ട്. താല്പര്യം ടൗണിലേക്ക് എല്ലാ സ്റ്റുഡൻറ്റും യോജിച്ചിട്ട് ടൗണിൽ എത്തി ഒരു ഓട്ടം നടത്തി തിരിച്ചു വരിക. ഇതുകൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സങ്കല്പം. പക്ഷേ ഈ വൈകിയ വേളയിൽ നമുക്കത് ആ ചടങ്ങ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ ചടങ്ങിനില്ലേ സമാപന സമ്മേളനത്തിൽ നന്ദി പ്രകാശനാണ്. അത് ശ്രീമതി നമ്മുടെ സ്റ്റുഡൻ്റ് കൂടിയ ശ്രീമതി ഉഷാർക്കയെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് കരാട്ടെ അക്കാദമിയുടെ നമ്മുടെ കരാട്ടെ നടന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ ഇറക്കുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ഈ ചടങ്ങിന് നന്ദി അറിയിക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. ആദ്യമായി നമ്മുടെ ശ്രീമതി എം പി അജിത, അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച അഡ്വക്കേറ്റ് കെ മുകേഷ്, സ്വാഗതം സ്വപ്രഭാഷണം നടത്തിയ ശ്രീ രാജീവൻ, ആശംസ അറിയിച്ച ഷിബിന രാജേഷ്, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഓരോ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും. അതുപോലെ നമുക്ക് ഇത്തരമൊരു പരിപാടി നടത്തുന്നതായി ഈ വേദി സജ്ജമാക്കി തന്ന നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഭാരവാഹികളെടുത്ത് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.